രാവണൻ്റെ നിയോഗത്താൽ വിഭീഷണൻ 4 മന്ത്രിമാരോടൊപ്പം രാമപാദങ്ങളെ സേവിക്കുന്നതിനായി ആകാശമാർഗത്തിലൂടെ അതിവേഗത്തിൽ യാത്രയായി. ശ്രീരാമദേവൻ വസിക്കുന്നതിനു മുകളിൽ ചെന്ന് ഭക്തിയോടും വിനയത്തോടും അതിസ്ഫുടതയോടുകൂടി വിഭീഷണൻ പറഞ്ഞു: ത്രിലോകീപതേ സീതാപതേ രാജീവനേത്ര, അങ്ങ് ജയിച്ചാലും ദയാനിധേ, രാവണസോദരനായ ഞാൻ അങ്ങയെ സേവിക്കുവാനായി ഇവിടെ വന്നിരിക്കുന്നു. രഘുപതേ, ഞാൻ അങ്ങയുടെ ഭക്തന്മാരുടെ ദാസനായ വിഭീഷണനാണ്. ദേവിയെ മോഷ്ടിച്ചത് അനുചിതമാണെന്നും ദേവിയെ തിരികെ ശ്രീരാമന് കൊണ്ടുകൊടുക്കണമെന്നും ഞാൻ രാവണനോട് പറഞ്ഞു. വിജ്ഞാനത്തിലുള്ള മാർഗമെല്ലാം ഉപദേശിച്ചെങ്കിലും അജ്ഞാനിയായതുകൊണ്ട് അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. പഥ്യമായുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും വിധിവശാൽ അതെല്ലാം അവന് അപഥ്യങ്ങളായി തോന്നി. ലങ്കേശ്വരൻ വാളുമെടുത്ത് കാളസർപ്പത്തിൻ്റെ വേഗത്തിൽ എന്നെ വധിക്കുവാനായി അടുത്തു. അന്നേരം മരണഭയത്താൽ മനോദുഃഖത്തോടുകൂടി 4 ഭൃത്യന്മാരോടൊപ്പം ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങയല്ലാതെ എനിക്ക് ആശ്രയവും ഇല്ല. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു: ലോകപതേ, മായാവിയായ രാക്ഷസൻ വിശ്വാസയോഗ്യനല്ലെന്ന് തീർച്ചയാണ്. വിശേഷിച്ചും രാവണസോദരനായ ഇവൻ പരാക്രമിയാണ്. മറ്റു വാനരന്മാരും ഒരു കുറ്റവും വരാതിരിക്കാനായി അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അന്നേരം ഹനുമാൻ എഴുന്നേറ്റ് രാമദേവനെ വന്ദിച്ചുകൊണ്ട്: വിഭീഷണൻ ഉത്തമനാണ്, ആശ്രയം തേടി വന്ന് അവനെ രക്ഷിക്കുന്നത് നല്ലതെന്നാണ് തൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു. അപ്പോൾ ശ്രീരാമദേവൻ പറയും: രാജാക്കന്മാരായാൽ ആശ്രിതന്മാരെ അവർ പട്ടികളോ ചണ്ടാലന്മാരോ ആയാൽ പോലും എല്ലാവിധത്തിലും രക്ഷിക്കണം. രക്ഷിക്കാഞ്ഞാൽ അവൻ ബ്രഹ്മഹത്യ നടത്തിയവനാവും, രക്ഷിക്കുന്നവൻ അശ്വമേധം നടത്തിയ പുണ്യവാനുമാകും. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അഭയം കൊടുക്കും. ശ്രീരാമവാക്യങ്ങൾ കേട്ട് സുഗ്രീവൻ വിഭീഷണനെ വരുത്തി. വിഭീഷണൻ ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ചാപബാണങ്ങൾ ധരിച്ച് സൂര്യബിംബ ശോഭയോടെ ലക്ഷ്മണസമേതനായി സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയ വാനര സമൂഹത്താൽ സേവിക്കപ്പെട്ടവനായി നിൽക്കുന്ന ഭക്തിപ്രിയനായ ശ്രീരാമദേവനെ വിനീതനായി തൊഴുതുകൊണ്ട് വിഭീഷണൻ സ്തുതിച്ചു തുടങ്ങി. ശ്രീരാമ സീതാ മനോഹര രാഘവ, ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന, ശ്രീരാമ രാക്ഷസ വംശ വിനാശന, ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ, ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമശ്ചണ്ഡകോദണ്ഡധരായ നമോ നമഃ, പുണ്ടരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമഃ, രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ, രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ, വിശ്വോത്ഭവസ്ഥിതി സംഹാരകേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ, നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ, ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ, വിശ്വേശനാം നിൻ തിരുവടി താനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ, സന്തതം ജംഗമാഭൂതങ്ങളന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ, നിന്മഹാമായയ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും, അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുമതിനില്ല സംശയം. എത്ര നാളേക്കറിയാതിരിക്കുന്നിതദ്വയമം പരബ്രഹ്മം സനാതനം, പുത്രധാരാദി വിഷയങ്ങളിലതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം, ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി കാണേനമാത്മാനമാത്മന, ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയോ മോർത്താലൊടുക്കമനാത്മനാം, ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മനസേ, ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില
ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിൻ തിരുവടി നിർണയമന്തവുമാദിയുമില്ലാത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ, സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലനും ഭവാൻ. ന്യൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ, മാനമില്ലാത മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശമാതാവായതും ഭവാൻ. സർവദാ സർവദാതാവായതും ഭവാൻ, ദർവികരേന്ദ്രശയനദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തനദ്വയൻ, സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ, നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ, നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ, സൽഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ, മായാവിഹീനൻ മധുകൈടപാന്തകൻ. ജ്ഞാനിഹ ത്വൽപാദ ഭക്തനിശ്രേണിയെ, സാനന്ദമാംശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യസൗധം കരേറിടുവാൻ, മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമകാരുണികോത്തമ, യാതുദാനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ ഭവസാഗര, ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തി പരവശനായി സ്തുതിച്ചിടിന, ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തിപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിത പൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ, വരദാനൈക തൽപരൻ. ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ, പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ, ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം, ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമാനായൊരു ധന്യനില്ലൂഴിയിൽ, മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമാനായി മറ്റൊരുവനുമില്ലിഹ, ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ, നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും. ത്വദ്ധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ, ചിത്തേ വിഷയസുഖാശയില്ലേതുമേ. ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തുമേ, നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ. അർത്ഥം പറയാം. ശ്രീരാമ രാജീവലോചന, രാക്ഷസവംശ വിനാശന, അങ്ങയുടെ പാദകമലങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. സൂര്യവംശത്തിൽ ജനിച്ചവനും ഉഗ്രമായ വില്ല് ധരിച്ചവനുമായ രാഘവ, അങ്ങേക്കു നമസ്കാരം. ജ്ഞാനികളുടെ ഹൃദയമാകുന്ന കമലത്തിന് സൂര്യനായിട്ടുള്ളവനും, ശ്രീ പരമേശ്വരന് പ്രിയനും, സുഗ്രീവൻ്റെ സുഹൃത്തും, വേദാന്തവേദ്യനും, ലോകാഭിരാമനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ളവനും, വിശ്വരൂപനും, ഭക്തപ്രിയനും, മുക്തിപ്രദനുമായ അങ്ങേക്കെൻ്റെ നമസ്കാരം. വിശ്വേശ്വര, എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും അങ്ങു തന്നെയാണല്ലോ. നിന്നുടെ മഹാമായയാൽ അജ്ഞാനികൾക്ക് പരബ്രഹ്മത്തെ കാണാൻ കഴിയുന്നില്ല. അതുകാരണമുണ്ടാകുന്ന പുണ്യപാപങ്ങളാൽ ജനനമരണങ്ങളുണ്ടാകുന്നു. അത്ര നാളുവരെയും ഈ ലോകം സത്യമാണെന്ന തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മോക്ഷപ്രാപ്തി നേടുന്നതുവരെയും പുത്രൻ, ഭാര്യ തുടങ്ങി ലൗകിക വിഷയങ്ങളിൽ ആസക്തനായി ആത്മാവിനെ അറിയാതെ അജ്ഞാനികൾ ജീവിക്കുന്നു. ആത്മബോധമില്ലാത്തവർക്ക് ആദ്യം സുഖമയമെന്ന് തോന്നിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾ അവസാനം ദുഃഖപ്രദമായിത്തീരുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ തുടങ്ങിയുള്ളവരെല്ലാം ലോകേശ അങ്ങു തന്നെയാണ്. അങ്ങ് ആദിയും അന്തവുമില്ലാത്തവനാണ്. അങ്ങ് കാലസ്വരൂപനാണ്. സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനാണ്. അണുവിലും സൂക്ഷ്മമായ അങ്ങ് മഹത്തത്വവുമാണ്. സർവ്വലോകങ്ങളുടെയും പിതാവും മാതാവും സർവ്വദാതാവും അങ്ങു തന്നെയാണ്.
അനന്തശായിയും നിർമ്മമനും നിഷ്കളങ്കനും നിർഗുണനും ആർക്കും അറിഞ്ഞുകൂടാത്തവനും നിർവികാരനും സർവകനും മാനുഷനും മധുകൈടബാന്ധകനും ആയ അങ്ങയുടെ പാദങ്ങളുടെ നേർക്കുള്ള ഭക്തിയാകുന്ന കോണിപ്പടിയിലൂടെ ജ്ഞാനയോഗം നേടുവാൻ മോഹിച്ചു വന്നവനാണ് ഞാൻ. ഭീതനായി വന്ന എന്നെ അങ്ങ് രക്ഷിച്ചു കൊള്ളേണമേ. ഇപ്രകാരം ഭക്തിപരവശനായി സ്തുതിക്കുന്ന വിഭീഷണനെ കണ്ട് ഭക്തിപ്രിയനായ ശ്രീരാമൻ മന്ദസ്മിതത്തോടുകൂടി പറഞ്ഞു, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ. ഞാൻ വരം നൽകാൻ തൽപരനാണ്. എന്നെ ആശ്രയിക്കുന്നവർക്ക് പിന്നെ ദുഃഖമുണ്ടാവുകയില്ല. രാമവാക്യങ്ങൾ കേട്ട വിഭീഷണൻ സന്തോഷപൂർവ്വം പറഞ്ഞു, ഞാനിന്നു ധന്യനായി, കൃതാർത്ഥനായി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി. അങ്ങയുടെ ചരണങ്ങൾ കാണുകയാൽ ഞാനിന്ന് മുക്തനായി. അങ്ങയുടെ രൂപം കാണാൻ കഴിഞ്ഞതിൽ എന്നെപ്പോലെ ഒരു ധന്യനോ ശുദ്ധനോ മറ്റാരും തന്നെയില്ല. കർമ്മബന്ധങ്ങൾ നശിക്കുന്നതിനായി നിർമ്മലമായ ഭവജ്ഞാനവും ഭക്തിയും അങ്ങയെ ധ്യാനിക്കാനുള്ള മാർഗവും എനിക്ക് അങ്ങ് ഉപദേശിച്ചു തന്നാലും ലൗകിക സുഖങ്ങളിൽ എനിക്ക് ആശയില്ല. കൃപാനിധേ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാകണം. ശ്രുതി അവസാനിച്ചു. ഹരി ഓം.